ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫണ്ട്സോറ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ നേരത്തെ ചെയ്ത അനാലിസിസിന്റെ ഒരു റീക്യാപ്പും പിന്നെ എങ്ങനെ മാർക്കറ്റ് പോയെന്നും പിന്നെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്കിയുള്ള മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അനാലിസിസും ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വ്യൂവേഴ്സ് റിക്വസ്റ്റ് അനുസരിച്ചാണ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും കൂടി നമ്മുടെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ചവർക്കൊക്കെ സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലോട്ട് കടക്കാൻ നേരത്തെ നിഫ്റ്റി 50 ഇന്നത്തെ മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ സൈഡ് വേസ് ആയിരുന്നു. 64 പോയിന്റ്സ് ആണ് അപ്പ് മൂവ്മെന്റ് നൽകിയത്. 0.27% ആണ് അപ്പ് മൂവ്മെന്റ് നൽകിയത്. ബൈസെൽ വാല്യൂ വന്നത് 23,719.30. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്ന റെസിസ്റ്റൻസ് 23,800 ആണ്. പക്ഷെ 23,800 അല്ല, കറക്റ്റ് പറയുവാണെങ്കിൽ 23,850 വരെ മാർക്കറ്റ് പോയിട്ട് നമ്മൾ പറഞ്ഞിരുന്ന പോലെ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടെ ഒരു നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തില്ലെങ്കിൽ ഈ ഒരു ലെവൽ 23,800 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകുന്ന ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് റീട്രേസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്താൽ ഈ ഒരു 150 പോയിന്റ്സ് ഗ്യാപ്പിന്റെ ആ ഒരു അടിത്തട്ടിൽ വന്നതിന് ശേഷം മാർക്കറ്റ് റീട്രേസ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ മാർക്കറ്റ് അത്രയും പുള്ളപ്പ് ചെയ്തില്ല. ഈ 23,850 എന്ന ലെവൽ ആയപ്പോഴേക്കും മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഇന്നും കംപ്ലീറ്റ്ലി സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. ഇന്നും കംപ്ലീറ്റ്ലി സൈഡ് വേസ് മൂവ്മെന്റ് എന്ന് മാത്രമല്ല, ഇന്നലെയൊക്കെ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു എന്നെങ്കിലും പറയാം. പക്ഷെ ഇന്ന് ഫുള്ളി സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ അത് വെച്ച് ബാക്കി കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ലെവൽ 54,200 അവിടെ വന്ന് ബാങ്ക് നിഫ്റ്റി റീട്രേസ് ചെയ്തു, താഴത്തോട്ട് റീട്രേസ് ചെയ്തു. അതുപോലെ തന്നെ ഫിനിഫ്റ്റി നോക്കിയാലും ഫിനിഫ്റ്റി നമ്മൾ വരച്ചിരുന്ന ലെവൽ 25,600 ആണ്. ഇതാണ് നമ്മൾ വരച്ചിരുന്നത്. കറക്റ്റ് ആ ഒരു ലെവലിൽ വന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതുപോലെ തന്നെ സെൻസെക്സ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെൻസെക്സ് നമ്മൾ പറഞ്ഞിരുന്നത് ഈ 75,700 എന്ന ലെവലിൽ ബ്രേക്ക് ഔട്ട് ആവണം, എന്നാലേ അറ്റ്ലീസ്റ്റ് ഈ ഗ്യാപ്പ് ഇതിന്റെ മുകളിലുള്ള ചെറിയ ഗ്യാപ്പ് ആണെങ്കിൽ കൂടി ഈ 200 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ആകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ ഗ്യാപ്പ് കൂടി ക്ലോസ് ആകാതെ മാർക്കറ്റ് ഇവിടെ സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നടത്തിയത്. ഇത് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പുള്ളപ്പ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് സൈഡ് വേസ് മൂവ്മെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഈ സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് ശരിയായി. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും വ്യൂവേഴ്സിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വീക്ക്ലി അനാലിസിസ് ആണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഡെയിലി ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കുവാണ്. അപ്പൊ ഇന്ന് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്ത ലെവൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്ത ലെവല് വന്നിരിക്കുന്നത് 14,381 ആണ്. മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്ത ഇന്നത്തെ ഫ്രൈഡേ ക്ലോസിംഗ് ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 14,381.55 പ്ലസ് 29 പോയിന്റ്സ് പ്ലസ് 0.21% ആണ് അപ്പ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. മിഡ് ക്യാപ്പിനെ അപേക്ഷിച്ച് എടുത്തു പറയാനാണെങ്കിൽ നമുക്ക് മിഡ് ക്യാപ്പ് അറിയാം. ഇവിടെ നമ്മൾ നോക്കാൻ നേരത്തെ മിഡ് ക്യാപ്പ് വീക്ക്ലിയിലെ ബൈ ട്രെൻഡിൽ തന്നെയാണ്. ഓക്കെ, മാർക്കറ്റ് അപ്വേർഡ് മൂവ്മെന്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്ലോ മൂവ്മെന്റ് ആണ്, എന്നാലും ഒരു എന്താ പറയാ, ഒരു സ്ട്രോങ് ബയ്യിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറയാറായിട്ടില്ല. കാര്യം ഇപ്പോഴും മിഡ് ക്യാപ്പ് ഈ ഒരു ലെവലില്, അതായത് ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 14,602 എന്ന ലെവല് കടന്നു പോകാൻ സ്ട്രഗിൾ ചെയ്യാണ്. ബയേഴ്സിന് അത്രയും കപ്പാസിറ്റി ഇല്ല. അതാണ് നമ്മൾ അവിടെ വരുമ്പോൾ മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്ന കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ്, വീക്ക്ലി റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 14,615. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 14,600 എന്ന് റൗണ്ട് അപ്പ് ആയിട്ട് എഴുതാം. 600 ഇതായിരിക്കും നമ്മുടെ ഈ വീക്ക്ലി റെസിസ്റ്റൻസ് ലെവൽ വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലാണ്. കാര്യം ഈ ഒരു ലെവലാണ്, അല്ലെങ്കിൽ ഈ ഒരു കടമ്പയാണ് നമ്മൾ കടക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇവൻ ദോ ബുള്ളിഷ് ട്രെൻഡ് ആണെങ്കിൽ കൂടി മാർക്കറ്റ് അപ്വേർഡ് മൂവ്മെന്റ് നടത്തുള്ളൂ. പക്ഷെ ബാക്കിയുള്ള മാർക്കറ്റ് വെച്ച് നോക്കാൻ നേരത്തെ മിഡ് ക്യാപ്പ് കുറച്ച് നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ
സെക്ടർ വൈസ് പെർഫോമൻസിന്റെ ലിസ്റ്റ് ഞാൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിഡ് ക്യാപ്പ് ഇപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച അതിന്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ നല്ലൊരു പെർഫോമൻസ് ആണ് പെർഫോം ചെയ്തത്. പിന്നെ നമ്മുടെ സപ്പോർട്ട് ലെവൽ മിഡ് ക്യാപ്പിൽ നോക്കേണ്ടത് 14,200 ആണ്. ഇതായിരിക്കും വീക്ക്ലി സപ്പോർട്ട് ലെവൽ വരുന്നത്. 14,200 ഇതായിരിക്കും വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് വീഴുവാണെങ്കിൽ നമുക്ക് ഈ 14,000 ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് 1 അവർ ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യണേണ്. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇവിടെ ഇപ്പോ ഇൻട്രാഡേയിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു സ്ലോലി പതുക്കെ നമ്മുടെ ഈ ഒരു ഏരിയ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇൻട്രാഡേയില് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഇൻട്രാഡേയില് ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു അസെൻഡിങ് ട്രയാങ്കിൾ ആണ്. ഈ ഒരു ട്രയാങ്കിൾ ആണ് ഇപ്പോൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അസെൻഡിങ് ട്രയാങ്കിൾ എന്റെ വീഡിയോസ് പണ്ട് മുതലേ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം അസെൻഡിങ് ട്രയാങ്കിളിന് ചാൻസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ആണുള്ളത്. അതായത് താഴത്തോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു ട്രയാങ്കിൾ ആണ് അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ. എപ്പോഴും ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കണ്ടേക്കുന്നത്. ഇത് ടെക്നിക്കൽസ് വെച്ചല്ല, ഒബ്സർവേഷൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. ടെക്നിക്കൽസ് അനുസരിച്ച് പറയുവാണെങ്കിൽ അസെൻഡിങ് ട്രയാങ്കിൾ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ആവുന്നതാണ് പറയാറ്. പക്ഷേ സിറ്റുവേഷൻസ് കൂടുതലും ചാൻസസ് താഴോട്ട് ബ്രേക്ക് ഔട്ട് ആവാനാണ് ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റ് അനുസരിച്ച്. കാര്യം ഇവിടെ വന്ന് ഈ 14,600 അവിടെ നല്ലൊരു സ്ട്രോങ്, ചെറുതൊന്നും പോരാ, നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു അപ്വേർഡ് ബുള്ളിഷ് മൂവ്മെന്റ് ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വന്ന് വീണ്ടും ഒരു ചെറിയ ബ്രേക്ക് ഔട്ട് ഒക്കെ ഇവിടെ നിന്ന് ഉണ്ടാകാം. ഒരു ചെറിയ ബ്രേക്ക് ഔട്ട്, അതായത് ഇവിടെ ഞാനിപ്പോ ഇതിനു മുമ്പ് ഇത് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആണോ, ഒരു ചെറിയ പുള്ളപ്പ് ഒക്കെ വന്ന് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകാം. പക്ഷേ ഒരു നല്ലൊരു ബുള്ളിഷ് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ അഫ്കോഴ്സ് ഈ 14,600 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ക്യാൻഡില് ഒരു നല്ല ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ഉണ്ടാകണം, നല്ല ബോഡിയുള്ള ക്യാൻഡിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പുള്ളപ്പ്, ഒരു കണ്ടിന്യൂസ് ബുള്ളിഷ് റാലി മിഡ് ക്യാപ്പില് നോക്കാൻ പറ്റുള്ളൂ. പക്ഷെ കമ്പാരിറ്റീവ്ലി 2 ആഴ്ചയായിട്ട് മിഡ് ക്യാപ്പ് നല്ലോണമാണ് പെർഫോം ചെയ്യണത്. പിന്നെ അത് മാത്രമല്ല, എടുത്തു പറയാനുള്ള കാര്യം മിഡ് ക്യാപ്പില് താഴത്തോട്ട് നോക്കുവാണെങ്കിൽ, ഞാൻ ഈ താഴത്തോട്ട് പറയുന്നത് വീക്ക്ലി അനാലിസിസും കൂടി കൺസിഡർ ചെയ്താണ്. കാര്യം ഇൻട്രാഡേയിൽ ഇത് സംഭവിക്കില്ല, വീക്ക്ലിയിൽ സംഭവിക്കുള്ളൂ. താഴെ നമുക്ക് ക്ലോസ് ചെയ്യാത്ത 2 ഗ്യാപ്പുകളുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പോഴത്തെ വാർ സിറ്റുവേഷൻസ് വെച്ച് പറയുവാനാണെങ്കിൽ ഞാൻ പറയും വാർ ട്രംപിന് നല്ല രീതിയിൽ ക്ലോസ് ചെയ്യണമെന്നുള്ള ഇതാണ് പറയുന്നത്. വാർ ഡിസ്കഷൻസിന് ശേഷം നമ്മുടെ ഗ്ലോബൽ വാർ, ഇസ്രായേൽ ആൻഡ് US വാർ ആണ് ഇപ്പൊ മെയിൻ നമുക്ക് എടുത്തു പറയാനുള്ള. അത് ഒരു സമാധാനത്തിൽ അവസാനിക്കുമെന്നാണ് നമ്മുടെ ഇപ്പോഴുള്ള ന്യൂസ് ഡിസ്കഷൻസ് വെച്ച് മനസ്സിലാക്കുന്നത്. പക്ഷെ ട്രംപ് ഒരു വേർഡ് പറഞ്ഞിരിക്കുന്നത്, അഥവാ വാർ എൻഡ് ആയില്ലെങ്കിൽ ഇത് കൂടുതൽ ബാഡായിട്ട്, ഇതിന് കൂടുതൽ മോശമായിട്ട് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ നടക്കുവാണെങ്കിൽ ഈ താഴെയുള്ള മിഡ് ക്യാപ്പില് ഉള്ള ഗ്യാപ്പ്, മിഡ് ക്യാപ്പിലെ മാത്രമല്ല എല്ലായിടത്തും നമുക്ക് താഴെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ലാകാനായിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നതായിരിക്കും. അത് ഈ ഒരു ഗ്യാപ്പ് മാത്രമല്ല, വാർ ശക്തമാണെങ്കിൽ താഴെയുള്ള ഈ ഒരു ഗ്യാപ്പ്, 2 ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഞാൻ പറയാം. ഈ ഒരു ഗ്യാപ്പ് വരുന്നത് ഏകദേശം 154 പോയിന്റ്സ് ആണ്. അപ്പൊ 154 നമുക്ക് 150 റൗണ്ടപ്പ് ആയിട്ട് എടുക്കാം. 150 പോയിന്റ്സ് ഗ്യാപ്പ്, അഥവാ യുദ്ധം ശക്തമാണെങ്കിലാണ് കേട്ടോ, എന്നാലേ എത്രയും വലിയ ഫോൾ ഉണ്ടാകുള്ളൂ. പിന്നെ താഴെ വരുന്ന ലെവൽ എന്ന് പറയുന്നത് ഞാനൊന്ന് മെഷർ ചെയ്തോട്ടെ, ഒരു 400 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പ്. ഇതും ഗ്യാപ്പ് ഫില്ലാകാനായിട്ട് ചാൻസ് ആവും. ഗ്ലോബൽ വാർ, ഇന്ത്യയുടെ അത് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ആ ഗ്ലോബൽ വാർ ശക്തമാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഇടിയുകയും ഈ ഗ്യാപ്സ് ഒക്കെ ഫില്ലാകാൻ ചാൻസ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇൻട്രാഡേയിലാണെങ്കിൽ കൂടി മാർക്കറ്റ് 14,200 താഴെ വന്നു കഴിഞ്ഞാൽ
ഒപ്പം ഗ്ലോബൽ ന്യൂസും ബാഡ് ആണെങ്കിൽ, യുദ്ധം അപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ട്രംപിന്റെ വല്ല ഡിസിഷൻസും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് താഴ്ത്തോട്ട് വരുന്നതായിരിക്കും ഈ ഗ്യാപ്പ് ഫില്ലാകാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പൊ 14,200 ആണ് നമുക്ക് നോക്കേണ്ട കീ ലെവൽ. ഓക്കെ, ഇനി നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ട് പോകാം. അപ്പോ സ്മോൾ ക്യാപ്പില് ഞാൻ ജസ്റ്റ് ഡെയിലി ചാർട്ട് എടുത്തോട്ടെ. സ്മോൾ ക്യാപ്പ് ആദ്യം ഡെയിലി ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ ഞാൻ ഇൻട്രാഡേ 1 അവർ ചാർട്ടിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. നമ്മള് ഫൈനൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ലെവൽ എന്ന് പറയുന്നത് 15,753 ആണ്. ഈ ലെവല് ക്രോസ് ആണോന്നാണ് പറഞ്ഞിരുന്നത്. ഈ ലെവല് ക്രോസ് ആയി ആ ഒരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വെനസ്ഡേ 15th ഏപ്രിലിലെ ഗ്യാപ്പ് അപ്പോട് കൂടി നമ്മുടെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ലെവലിലായിരുന്നു സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വരച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 15,800 എന്ന ലെവലാണ്. അതാണ് ബ്രേക്ക് ഔട്ട് ആയി, ഞാൻ പറഞ്ഞു ചെറിയ റീട്രേസ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, അത് ബ്രേക്ക് ഔട്ട് ആയി പിന്നെയുള്ള നെക്സ്റ്റ് ലെവലായ 16,900 ഒന്ന് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നത്. കറക്റ്റ് 16,900 16,773 ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിയാൽ, ഈ വിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ. ഈ വിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ഈ ഞാൻ പറഞ്ഞ 16,905 എന്ന റെസിസ്റ്റൻസ് ലെവൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് താഴെ 16,775 വന്ന് ക്ലോസ് ചെയ്യുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ സെക്ടർ വൈസ് പെർഫോമൻസ് പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ടാവും, മിഡ് ക്യാപ്പ് ബുള്ളിഷ് ആയി പോയ ദിവസങ്ങൾ 6th May, 7th May, 8th May ഇതൊക്കെ നമ്മുടെ സ്മോൾ ക്യാപ്പ് നല്ല ബുള്ളിഷ് ആയിട്ട് പോയ ദിവസങ്ങളാണ്. ഈ ദിവസത്തില് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു ഗ്രീൻ കാൻഡിൽ ബ്രേക്ക് ഔട്ടും ഗ്യാപ്പ് അപ്പും ഉണ്ടായാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. പക്ഷെ 17,500 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആകാൻ പറ്റിയില്ല. ആ ഒരു ലെവലിൽ എത്തിയപ്പോഴേക്കും നല്ലൊരു ബെയറിഷ് ഫോള് വന്ന് ഇപ്പോൾ പഴയ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ, അതായത് ഞാൻ മാർക്ക് ചെയ്തിട്ടിരുന്ന റെസിസ്റ്റൻസ് ലെവലില് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തതിനു ശേഷം 16,775 വന്ന് ക്ലോസ് ചെയ്തിരിക്കണേണ് ഗൈസ്. അപ്പൊ ഞാൻ അതൊന്ന് മാർക്ക് ചെയ്തോട്ടെ. 16,775 എന്ന ലെവല് നമ്മുടെ ഇന്നത്തെ ഫ്രൈഡേ ക്ലോസിംഗ് ലെവലാണ്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 16,775.30, -21 പോയിന്റ്സ് ഡൗൺ, -0.13% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ 1 അവർ ചാർട്ടിൽ പോവുകയാണെങ്കിൽ, ഇന്നത്തെ മൂവ്മെന്റ് അനലൈസ് ചെയ്യാനാണ് 1 അവർ ചാർട്ടിൽ പോവുകയാണെങ്കിൽ ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ഫ്രൈഡേ 9:15 ആണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഡോട്ടഡ് ലൈൻസ്. അവിടെ വെച്ച് നോക്കാൻ നേരത്ത് ഫുൾ സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു വലിയ മൂവ്മെന്റ് ഒന്നും ഇൻട്രാഡേയിൽ ഉണ്ടായില്ല. പക്ഷേ ഇവിടെ താഴെ ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഇൻഡെക്സുകളിലും ഗ്യാപ്പ് അപ്പ് ഉണ്ടായ കൂട്ടത്തില് ഇവിടെയും സ്മോൾ ക്യാപ്പില് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് അപ്പ് ഉണ്ടായത് 55 പോയിന്റ്സ് ആണ്. സ്മോൾ ക്യാപ്പിനെ അപേക്ഷിച്ച് 55 പോയിന്റ്സും അതിന് ശേഷം വന്ന മൂവ്മെന്റും മൊത്തം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെന്റ് ആണ് ഇന്നലെ മൂവ് ചെയ്തത്. 55 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഉള്ള മൂവ്മെന്റ് വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം ഈ ഒരു സ്മോൾ ക്യാപ്പിൽ ഈ 55 പോയിന്റ്സ് ക്രോസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് വരുന്നതായിരിക്കും ഈ 55 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് ആ 55 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് റീട്രേസ് ചെയ്യാനാണ് കൂടുതൽ ചാൻസസ്. അപ്പോൾ ഈ ഒരു ലെവല് വളരെയധികം ക്രൂഷ്യൽ ആയിട്ട് കാണണം. കാര്യം ഇത് ഒരു ഇമ്പോർട്ടന്റ് പണ്ടത്തെ റെസിസ്റ്റൻസ് ലെവലും കൂടിയാണ്. ഇപ്പോൾ മാർക്കറ്റ് മുകളിലായതുകൊണ്ട് നമ്മൾ സപ്പോർട്ടായിട്ടേ കാണുള്ളൂ. അപ്പൊ ഇതൊക്കെ വെച്ചാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലോട്ട് കിടക്കാം. അപ്പോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെയിലി ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യണേണ്. എന്തിനാന്ന് വെച്ചാൽ മുമ്പ് ഞാൻ നേരത്തെ മിഡ് ക്യാപ്പിൽ പറഞ്ഞ പോലെ സ്മോൾ ക്യാപ്പിലും ഉള്ള വാർ മോശമായിട്ട് വരണമെങ്കിലുള്ള സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത്. എങ്ങാനും സിറ്റുവേഷൻ വാർ വരുവാണെങ്കിൽ താഴെ 2 ഗ്യാപ്സ് ഉണ്ട്. മിഡ് ക്യാപ്പിലെ പോലെ തന്നെ സ്മോൾ ക്യാപ്പിലും 2 ഗ്യാപ്സ് ഉണ്ട്. ഇവിടെ ഇതിന്റെ മെഷർമെന്റ് വരുന്നത്, ഒരു ഗ്യാപ്പ് വരുന്നത് ഏകദേശം
164 പോയിന്റ്സ്, നമുക്ക് 160 റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. പിന്നെ ഒരെണ്ണം വരുന്നത് ഏകദേശം 305 പോയിന്റ്സ്. ഈ രണ്ട് ഗ്യാപ്പും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 300 പോയിന്റ്സ്, 305 ആയതുകൊണ്ടാണ് 300 എന്ന് എടുക്കുന്നത്. 300 പോയിന്റ്സ് ഗ്യാപ്പും ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ഏകദേശം മെഷർ ചെയ്ത പോലെ ഏകദേശം 100 പോയിന്റ്സ്, 150 റൗണ്ട് അപ്പ് ആയിട്ട് 150 എന്ന് എടുക്കാം. 150 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. ഈ രണ്ട് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് മാർക്കറ്റ് താഴെ വരുന്നതായിരിക്കും. പക്ഷേ നമുക്കൊരു കീ ലെവൽ ഉണ്ട് ഇവിടെ. ഇത് വാറിന്റെ സിറ്റുവേഷൻ ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇവിടെ ഒരു കീ ലെവൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. ഈ സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രം ഈ ഗ്യാപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഈ ലെവൽ വരുന്നത് 16,200 എന്ന ലെവലാണ്. ഇതാണ് നമ്മുടെ വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് ലെവല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഹൈ പോയ ലെവല് 17,500 ആണ് മാക്സിമം ഹൈ നമ്മുടെ സ്മോൾ ക്യാപ്പ് പോയിരിക്കുന്നത്. അതായിരിക്കും നമ്മുടെ വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ രണ്ട് ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം. പിന്നെ നമ്മുടെ FII DII ഡാറ്റ 21 മെയ് വരെ നോക്കിയാൽ ഏകദേശം 1,891 ക്രോസ് ആണ് 21 മെയ്, അതായത് ഇന്നലെ സെൽ ഓഫ് ആയത്. പക്ഷെ നമ്മുടെ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോകാൻ കാരണം DIIs അതുപോലെ പിടിച്ചു നിന്നു. അതേസമയം 20th മെയ് പിന്നെ 19th മെയ് ഇതെല്ലാം നല്ല സെല്ലിംഗ്, പ്രത്യേകിച്ച് 19th മെയ് FIIയുടെ നല്ല സെല്ലിംഗ് കണ്ടു. പക്ഷെ അഫ്കോഴ്സ് നമ്മുടെ DII നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അന്നേ പറഞ്ഞായിരുന്നു, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി അനാലിസിസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ 14th മെയ് 15th മെയ് 18th മെയ് ഒക്കെ FIIയുടെ ബൈയിങ് കണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ബൈ ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. കാര്യം ഇതിനു മുമ്പും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഇതിനു മുമ്പും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പുള്ള ഡേറ്റ്സിൽ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 18th മെയ്ക്ക് ശേഷം പിന്നെ ഒരു സെൽ ഓഫ് ആണ് നമ്മൾ കണ്ടത്. DIIയുടെ സെൽ ഓഫ് ആകപ്പാടെ ഒരു 15th മെയ്യിൽ മാത്രമേ ഉണ്ടായുള്ളൂ DIIയുടെ സെൽ ഓഫ്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം നല്ലോണമാണ് DII നല്ലോണം ബൈ ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ. അത് നല്ല കാര്യം. പിന്നെ നമ്മുടെ ജസ്റ്റ് ഇന്നത്തെ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഇന്ന് ഇത്തിരി ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. എല്ലാ സ്മോൾ ക്യാപ് സെക്ടേഴ്സും. ഈവൻ മിഡ് സ്മോൾ മിക്സ്ഡ് ആയിട്ട് വരുന്ന മിഡ് സ്മോൾ ക്യാപ് 450-50യും ഇത്തിരി ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. ബാക്കി എല്ലാ ഇൻഡെക്സുകളും സൈഡ് വേസ് ആണ് മൂവ് ചെയ്തത്. സെക്ടോറിയൽ ഇൻഡിസസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി മിഡ് സ്മോൾ ഹെൽത്ത് കെയർ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഇതെല്ലാം 1%-ലും കൂടുതൽ 1%-ലും കൂടുതൽ ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്ത്. അതേസമയം ഇത്തിരി കുറച്ച് നല്ലോണം ഇന്ന് മൂവ് ചെയ്തത് ഫിനാൻഷ്യൽ സെക്ടേഴ്സ് ആണ്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 25-50 ഇതെല്ലാം 1% മുകളിൽ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്ത്. ബാക്കിയെല്ലാം ബുള്ളിഷ് ആണെങ്കിൽ സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നടത്തിയത്. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറും കെമിക്കൽസും പിന്നെ നിഫ്റ്റി റിയാലിറ്റി, FMCG, നിഫ്റ്റി IT ഒക്കെ ബെയറിഷ് ആണെങ്കിൽ സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നടത്തിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തേക്കുള്ള നമ്മുടെ അനാലിസിസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അനാലിസിസ് പഠിക്കണമെങ്കിൽ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അഫ്കോഴ്സ് നമ്മുടെ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിൽ നമ്മൾ ടെക്നിക്കൽസ് ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെ സെന്റിമെന്റൽ അനാലിസിസ്, വോളിയം അനാലിസിസ്, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ്, എപ്പോൾ ടാർഗറ്റ് എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എവിടെ എൻട്രി എടുക്കണം, എങ്ങനെയാണ് ക്യാൻഡിൽ അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് വരയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നത്, ഇതെല്ലാം കംപ്ലീറ്റ് കവർ ചെയ്യുന്ന കോഴ്സ്. ബേസിക് മുതൽ സ്റ്റോക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ കൂടി കുഴപ്പമില്ല, ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെ നിങ്ങളെ ആക്കുന്ന കോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് 8870135772 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് സ്ട്രക്ചറും ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് കൺസൾട്ടേഷന് ശേഷം, ഫ്രീ കൺസൾട്ടേഷൻ ആണ്, കൺസൾട്ടേഷന് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത ബാച്ച് ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ
ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കണ്ട. അപ്പോൾ നാളത്തെ വീഡിയോത്തേക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ഇതേ സമയത്ത് തന്നെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിനിഫ്റ്റി, സെൻസെക്സിന്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.